എല്ലാവർക്കും കഥകൾ പറയാനും കഥകൾ കേൾക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഞാനും അങ്ങനെ ഒരാളാണ്. മുമ്പ് കഥകൾ ഇഷ്ടംപോലെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ കഥകൾ പറയാൻ വാക്കുകൾക്ക് വേണ്ടി വിമ്പുകയാണ്. ബിക്കോസ് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്കൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. മുമ്പ് ചിലപ്പില സംസാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ബട്ട് ഇപ്പോൾ അതിനൊന്നും പറ്റണില്ല. വയസ്സായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. മുമ്പ് കഥകൾ പറയാനും കഥകൾ കേൾക്കാനും ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മുമ്പ് നമ്മൾ പറയുന്ന കഥകളും കാര്യങ്ങളും ഒരാൾ മാത്രമായിരിക്കില്ല കേൾക്കുന്നത്. നമ്മൾ വിശ്വസിച്ച് പറയുന്ന പല കാര്യങ്ങളും ഒരാളിൽ തന്നെ ഒതുങ്ങണമെന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ചധികം ടൈം എടുത്തു. അപ്പം ഇന്നൊരു ഫ്രൈഡേ വിശേഷമാണ്. റംദാൻ ടൈമിംഗ് മാറിയതോടുകൂടി എൻ്റെ ഫ്രൈഡേ ടൈമിങ് മാറി. ഇപ്പോൾ സ്പ്ലിറ്റ് ഷിഫ്റ്റാണ് വരുന്നത്. 2 to 5 ദെൻ 7 to 9 ആണ് എൻ്റെ ഷിഫ്റ്റ് വരുന്നത്. രാത്രി 10 മണിക്ക് കിടന്നുറങ്ങുന്ന ഞാൻ 9 മണി വരെ പണിയെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ഉറങ്ങിയാണ് ഞാൻ ഇരിക്കുന്നത്. ബട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ സീ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് എരിയും പുളിയൊക്കെ ഉള്ളിൽ ചെല്ലട്ടെ എന്ന് കരുതി നമ്മൾ കുറച്ച് എരിവും പുളിവും ഒക്കെ കഴിക്കാനാണ് ഇന്ന് പോയിട്ടുള്ളത്. അവിടുത്തെ ആംബിയൻസും ഫുഡും സൂപ്പർബായിരുന്നു. ഫുഡ് വന്നതും ഫുഡ് തീർന്നതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓൾറെഡി എൻ്റെ വയറ് ഫുള്ളായിരുന്നു. ബട്ട് ഇത് കണ്ടപ്പോൾ കഴിക്കാതിരിക്കാൻ തോന്നിയില്ല. എവിടുന്നൊക്കെയോ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചൊരു ടേസ്റ്റ് എനിക്ക് കിട്ടി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ.